ഹലോ, ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഈ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നിലമ്പൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ മാറ്റി നിൽക്കുന്നത്. ഈ പോക്ക് ഞങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചതാണ് കേട്ടോ, ഇനി വരുമ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചേട്ടോ നിലമ്പൂർക്ക് പോകാന്നുള്ളത്. കുട്ടികളൊക്കെ ആണെങ്കിൽ ട്രെയിനിൽ കയറിയിട്ടില്ല പറഞ്ഞിട്ടേ ഓൽക്കൊക്കെ ട്രെയിനിൽ കയറണം എന്നുള്ള പൂതി പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോകുന്നുട്ടോ ഞങ്ങളെ കൂടെ. വലിയ മാമൻ്റെ കുട്ടികളും അമ്മായിയും ചെറിയ അമ്മാവനും അമ്മായിയും കുട്ടികളും ഉമ്മാൻ്റെ ഏട്ടത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോവാൻ. അങ്ങനെ മാമൻ്റെ ഓട്ടോറിക്ഷയിൽ തന്നെ 2-3 ട്രിപ്പായിട്ടേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഉമ്മാൻ്റെ വീട് വരുന്നത്. ഞങ്ങൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങാടിപ്പുറത്ത് നിന്ന് 9:30-ക്കാണ് കേട്ടോ ഇവർ ട്രെയിനിൽ നിന്ന് കഴിക്കാനാന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ ലേസും മിഠായിയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ഇരിക്കാനുള്ള സീറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ പോലെ തന്നെ വലിയ ആൾക്കാരിലെ ചിലവരൊന്നും ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. ആദ്യമായിട്ട് ട്രെയിനിൽ കയറിൻ്റെ ഒരു പൊലിവേ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. नारियल उठाए, अटल उठाए, इंजे उठाए, मसाले करला, बटाने करला, इंजे करला, नारियल उठाए। അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങാടിപ്പുറത്ത് നിന്ന് നിലമ്പൂർക്ക് ഏകദേശം 1 മണിക്കൂറത്തെ യാത്ര ഇട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ ഇരുന്നിട്ട് ആർക്കും പൂതി മാറിയിട്ടില്ല കേട്ടോ. നിലമ്പൂർക്ക് വന്നിക്കുന്നത് തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഫുഡ് കഴിക്കാതെ അതിൻ്റെ ഉള്ളിൽ കയറല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഇനി മക്കൾ വിശന്ന് കരഞ്ഞാലോ വിചാരിച്ചിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചത്. നമ്മൾ സദാ ചോറാണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിലവരൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി വാങ്ങിച്ചാൽ ഈശൽ കഴിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് വെറും ചോറ് വാങ്ങിച്ചത്. ഫുഡിൻ്റെ കൂടെ നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രി ഫീ വെറും 50 രൂപയാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ.
ആ അതാ വരുന്നു പോരി തേക്കിന്റെ സീഡ് അല്ലേ ആ എവിടെ തട്ടിക്കത്ര നീ അത് എവിടെങ്കിലും ഇവിടെ തുടക്ക് തേക്കിന്റെ സീഡ് വിത്തോ തുടച്ചിട്ടല്ലേ ചന്ദന ഏ ആ അതാണിത് അയിമ കെട്ടിപ്പിടിച്ചാൻ പറ്റില്ല അയിമ എങ്ങനെ കെട്ടിപ്പിടിച്ച അത് ചിക്കറാണേ അവിടെ വരച്ചിക്കണത് ഇങ്ങോട്ട് വായോ തൊടരുത് അവിടെ എഴുതി വെച്ചുക്കണു തൊടരുത് തൊടരുത് തൊട്ട അടിയിട്ടോലേക്കന്ന് ഓനമ്മച്ച് തച്ചോലോ ചൂട്ടിയേ ഇതിലാടാൻ പറ്റൂല ഇശലേ തൊടരുത് കേട്ടോ അണ്ട തൊടരുത് നീ എഴുതി വെച്ചു നീച്ച തൊടാൻ പറ്റില്ലേ തൊടാൻ പറ്റൂല നീച്ച് തൊടരുത് നീ എഴുതി വെച്ചിക്കണ കണ്ടോ നിങ്ങടെ വായോ ഇശലേ നീ ഇത് കൂടെ
കൊയ്യാണ്ടിരുന്ന ഇച്ചുകുട്ടി എന്നോട് ഞാൻ കുട്ടീനെ നോക്കാൻ പറഞ്ഞല്ലേ ഇച്ചുകുട്ടി ഇവിടെ ആന ആന അതൊക്കെ തേക്കിലുണ്ടാക്കിയതാ തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് പത്തായ അത്രത്ത് പത്തായം അതുകൊണ്ട് എഴുതി വെച്ചിക്കണ് കരരുതേ അപ്പൊ നോക്കി ഇറങ്ങണ്ടേ ഇതാണ്ടോ വാതിലുകളൊക്കെയൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ലൈബ്രറി ലൈബ്രറി അതുകൊണ്ടൊക്കെ ഇതെന്താണ് വണ്ടികളിലേ ഓ ഓ അങ്ങോട്ടൊക്കെ ഓ ആ ആ ഇവിടെ ഇരിക്കരുത്. ഇവിടെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ള് നടന്നാലും കഴിയൂല കേട്ടോ. അത്രക്കും പൂന്തോട്ടങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 50 രൂപയ്ക്ക് ഞങ്ങൾക്ക് എത്രയും കുറവായിട്ടാണ് കേട്ടോ തോന്നിയത്. അത്രക്കും കാണാനുണ്ടായിരുന്നു. അതുകൂടെ ഇങ്ങനെ നടക്ക വെയിലാണ്, ഒരു വെയിലാണ്. അതിൻ്റെ ഉള്ളിൽ പൂക്കളുണ്ട് കാണണ്ടേ? നടക്ക്. ഇവിടെ നിക്ക നമ്മ ചിലതുമുള്ള പൂവില്ലേ? ഈ പൂവാൻ രസമുണ്ട് അല്ലേ? ആ അതിൽ വെള്ളം വെള്ളം കടി നിക്കടി. വെയിലാണടി വെയില്. ആ ഊഞ്ഞാലാടണം, നടന്നോ. വെയിലാറിയിട്ടാണ് ഊഞ്ഞാലാടുക അല്ലേ? ആ അതിൽ ഇത് കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണമെങ്കിലേ ചെരിയുമ്പോഴുള്ളു കിട്ടുക അല്ലേ? നോക്ക് വേ വന്നോ. അല്ല അമ്പലാണല്ലേ? താമരയാണ് ആമ്പല ഉണ്ടോ? അതില് നടന്നു. ഇതെന്തിന്റെ വള്ളിയാ? പൂവാണല്ലേ? ചിക്കു വാ. അതിങ്ങനെ നടക്കൂലേ? അത് ആണ് ഈ ചെടി. ആ അതാണേ. അല്ല അപ്പൊ കിട്ടും, കിട്ടൂലല്ലോ. മനസ്സിലായി. പക്ഷെ ആ നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്.
ഇതാ ഇവിടെ സീനിക. ഇവിടെ ഒരുപാട് വെറൈറ്റി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ കാണാത്ത ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ. ഈ പൂക്കളും ചെടികളൊക്കെ നോക്കാനായിട്ടേ ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല പച്ചപ്പും പൂക്കളും ചെടികളും ഇഷ്ടം പോലെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടേക്കൊക്കെ ഉണ്ടിട്ട് പോവാത്ത നമ്മളൊന്നും. അവിടെയാണ് ഞാൻ അമ്പലത്തിൽ നിർത്താം. അങ്ങോട്ട് നോക്കിയൊക്കെ ഇവിടെ ഒന്നും കയറാനായിട്ടില്ലല്ലോ. തന്നെ എന്നാ വേഗം നടന്നാണ്. നമുക്ക് അപ്പുറത്തേക്ക് കാര്യമല്ലോ. അവിടെ നട്ടിപ്പിടിക്കണം. ഇതിനാള് രസമുണ്ട്. മുട്ടിട്ട് നോക്കില്ലേ എന്തിന്റെ മുട്ട. ഇതാ ഇവിടെ ഒരു വെള്ള മുട്ട ഉണ്ടല്ലേ. ഇത് ആമ്പലാണ് അല്ലേ? അതിൽ നിറച്ച് മീനൊക്കെ ഉണ്ട്. ഇതുകൂടെ ഇതുകൂടെ വായ. ഇതുകൂടെ ഇവിടെയാണ് നീശല്. ഇവിടെയാണ് വലിയ കുളം. ഇതാണ് വലിയ കുളം ഇവിടെയാണ്. വാ ഇതുകൂടെ വായോ. അതെ ഈ മരത്തിന്റെ പൂക്കളറ്റൊക്കെ നല്ല കേട്ടോ. ഇവിടെ ഒരുപാട് പഴങ്ങളും അതിൻ്റെ മരങ്ങളും തയ്യകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ചിലതുമൊന്നും കായും ഉണ്ടായിരുന്നില്ല. ഞങ്ങളപ്പം പോകുന്ന പോലെയൊക്കെ കുറച്ചു നേരമൊക്കെ ഞങ്ങളെ പിന്നാലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയൊക്കെ കുഴങ്ങിയിട്ടേ ഓരോരുത്തർ കൂടി ഇരുന്ന് നിൽക്കുകയാണ് കേട്ടോ. നടന്ന് ചടച്ചിട്ട് നടക്കാനാണെന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കാണ്ടായിരുന്നു കേട്ടോ. ഒരു ലോകം തന്നെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അല്ലേ അടക്കാപ്പഴല്ല, അരിപ്പഴം. ഇല്ലാന്നോ? അപ്പൊ വെള്ളമൊക്കെ ഉണ്ട്. മൂക്കിലല്ല വായിലും. ആമക്കുളം. ആ ഒന്ന് കേറി നോക്കില്ലേ. അതിന്റെ കുട്ടിയൊക്കെ ആമക്കുട്ടിയൊക്കെ കുഞ്ഞു കുട്ടി. ആ അതിലും ചെറിയ കുട്ടീനെ കണ്ടു. കുട്ടികൾ പോന്നാല് വെറുതെ ആവില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു പാർക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ.
ഐസ്ക്രീമിൻ്റെ ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. വെള്ളം കുടിക്കാനായിട്ട് ഇവർ ചിലയിടത്ത് കൂടെ ഒക്കെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി വന്നിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ഫ്ലേവറിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശമൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ഷീണിച്ച് നടക്കാൻ വയ്യാതായിട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരുന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. ആർക്കും ട്രെയിനിൽ കയറിയിട്ട് പൂതി മാറിയിട്ടില്ല എന്ന് പറഞ്ഞതോട്ടെ ചെറിയ അമ്മ പറഞ്ഞു നമുക്ക് ഷൊർണൂർ വരെയും കൂടി ഒന്ന് പോവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഷൊർണൂർക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരിലെത്തിയിട്ടേ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അവിടുന്ന് കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓൾക്ക് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നിന്നിട്ട് കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട്. കൂടെ സാധനം പാക്കിൻ്റെ ഒരു ഫോട്ടോ For the kind attention of passengers, train number 2063 Kasaragod Trivandrum 134. പിന്നെ ഞങ്ങൾ അവിടുന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ഏകദേശം 7 മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിക്കത്തെ ഫുഡൊക്കെ വീട്ടിലെത്തിയിട്ട് തന്നെയുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.